ഇന്നത്തേത് പ്രസവത്തിന് പോകുന്ന ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഡെലിവറിയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കേക്ക് കട്ടിങ്ങും സന്തോഷവും ഒക്കെ ഉണ്ട് ഇതില്. അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഫൈനൽ ചെക്കപ്പ് ഡേറ്റ് ആണ്. സോ നമ്മുടെ വ്ളോഗുകളും വീഡിയോസും സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ കാണിക്കുന്നത് ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ആളുകളുടെ ഡൗട്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർവീസുകൾ എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ഈ വ്ളോഗ് അതിനുള്ള ഒരു ആൻസർ ആണ്. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യണത്. ലാസ്റ്റ് ബ്ലഡ് സ്കാനിങ്ങും റിസൾട്ടും എല്ലാം കൊണ്ടുള്ള ഫൈനൽ ചെക്കപ്പ് ടി വി നോക്കിയിട്ട് പറയുന്നത് ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കൊള്ളാൻ. ആപ്പിടവും വളരെ ചെറുതല്ലേ. സോ പുതിയ ബേബിനേക്കാളും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അവന്റെ ഫീലിങ്സും അവന്റെ സന്തോഷവുമായിരുന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ പോയി അവന് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഹോസ്പിറ്റൽ ഓക്കെ ആണെങ്കിലും ക്യാൻറ്റീൻ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും അല്ല. ഇതാണ് നമ്മുടെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ പുതുതായിട്ട് വരാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ബിൽഡിംഗ്. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആയി എന്നുള്ള സന്തോഷ വാർത്തയായിട്ട് വരികയാണ് ഞാൻ. ഇനിയുള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്റെ ആധാറും കാര്യങ്ങളും കൊടുത്തിട്ട് IP എഴുതുക എന്നുള്ളതാണ്. കാഷ്വാലിറ്റി പോയിട്ട് അഡ്മിറ്റ് ആവാനുള്ള കേസ് റെക്കോർഡ് എടുത്ത് അവസാനത്തേതായിട്ടൊരു ഫൈനൽ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് അനസ്തേഷ്യനെ ഒന്ന് കണ്ടുവെക്കാം. ഡെലിവറി ആയതുകൊണ്ട് തന്നെ അത് നോർമൽ ആയിരിക്കുമോ C-സെക്ഷൻ ആയിരിക്കുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അനസ്തേഷ്യൻ നേരത്തെ കണ്ടുവെക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രസവിച്ചത്. പക്ഷേ ഇതെല്ലാം ഞാൻ പ്രൈവറ്റ് ആയിട്ട് അവരുടെ ക്ലിനിക്കിൽ പോയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നു ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ OTയിൽ കയറി വെയിറ്റ് ചെയ്ത് അനസ്തേഷ്യനെയും കണ്ട് ഇനി ചെയ്യാനുള്ളത് പേ വാർഡ് ബുക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് നേരെ പോകേണ്ടത് കാഷ്വാലിറ്റിക്ക് ഓപ്പോസിറ്റ് ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കാണ്. ഇവിടെ വന്ന് നമ്മൾ ഒരു ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. 2 ടൈപ്പ് പേ വാർഡ് ഉണ്ട്. ഒന്ന് 400-ൻ്റെതും പിന്നെ 550-ൻ്റെതും. നമ്മൾ എടുത്തത് 550-ൻ്റെയാണ്. 5 ദിവസത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ തുകയൊക്കെ പണ്ടത്തെയാണ്. ഇപ്പൊ പേ വാർഡിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ 5 ദിവസത്തേക്കുള്ള പേയ്മെന്റും കൊടുത്ത് റൂം എടുത്തു. സപ്പോസ് നമ്മൾ ഇനി അതിനു മുന്നേ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ബാക്കി ദിവസത്തെ കാശ് നമുക്ക് റീഫണ്ട് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് കടമ്പകളെല്ലാം കഴിഞ്ഞ് റൂം ശരിയായി കേസ് ഷീറ്റ് എടുത്ത് ഇനി നേരെ ചെല്ലേണ്ടത് പേ വാർഡിലേക്കായിരുന്നു. ഇവിടെയായിരുന്നു നമ്മുടെ റൂം വരുന്നത്, ജനതാ പേ വാർഡിൽ. സോ ഇനി കേസ് ഷീറ്റും കാര്യങ്ങളും കാണിച്ച് റൂമിൽ ചെല്ലണം. അവിടുന്ന് നമ്മൾ റൂം എടുത്ത കാര്യം ഇൻഫോം ചെയ്തിട്ട് നേരെ നമ്മൾ പോയത് മെറ്റേണിറ്റി വാർഡിലേക്കാണ്. ഇവിടുന്ന് ട്രാൻസ്ഫറും വാങ്ങി നമ്മൾ റൂമിന്റെ കീ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡേറ്റ് വരുന്നത് 31-ാം തീയതി ആയിരുന്നു. ചെക്കപ്പിന് വന്നപ്പോഴത്തേന് PV നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോളാം. നമ്മുടെ മിസ്റ്റേക്ക് കാരണം ബ്ലഡ് ബാങ്കിൽ നമുക്ക് നേരത്തെ ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുത്ത് ഇവർ നേരെ പോകുന്നത് മിഷൻ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ പോയി എനിക്കുള്ള ബ്ലഡും അറേഞ്ച് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ ഡെലിവറി ഇനി C-സെക്ഷൻ ആയിരിക്കും നോർമൽ ആയിരിക്കും ബ്ലഡിന്റെ ആവശ്യം വരുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന്. സോ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ ബ്ലഡ് എല്ലാം അറേഞ്ച് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര കഥയടിച്ച് പറയാനുണ്ടോ, ഇതൊക്കെ നോർമൽ അല്ലേ, എല്ലാരും പ്രസവിക്കുന്നതല്ലേ എന്ന്. ഇതെല്ലാം നോർമലാണ്. പട്ടിയും പൂച്ചയും മനുഷ്യനും എല്ലാരും പ്രസവിക്കും. പക്ഷെ ഓരോരുത്തരുടെയും ഫീലിങ്സും ഇമോഷൻസും വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റൽ ബാഗും എനിക്ക് വേണ്ട കാര്യങ്ങളും കുഞ്ഞിന് വേണ്ട കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വാങ്ങിച്ച് കഴുകി ഉണക്കി മടക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് കൂടുതൽ ടെൻഷന്റെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇത് ബാത്റൂം, പിന്നെ റൂമിൽ 2 ബെഡ്, ഒരു ടേബിൾ, ഒരു ചെയർ, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ ഇന്ന് രാത്രി ഞാൻ ലേബർ റൂമിലേക്ക് പോകും. അതിനുള്ള ഫസ്റ്റ് പ്രൊസീജിയർ ആണ് ഈ കാണുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതെനിക്ക് ചിറയൻകീഴ് മിയോറ ഫാഷൻ ബൂട്ടി ചെയ്ത് തന്ന ഫ്രോക്ക് നൈറ്റി ആണ്. ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി. സോ നിങ്ങൾക്ക് ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഓർണമെന്റ്സ് എല്ലാം ഊരി വെച്ച് ഡ്രസ്സ് എല്ലാം ഇട്ട് മുടിയെല്ലാം പിന്നി ഇനി നേരെ ലേബർ റൂമിലേക്ക്. ശരിക്കും നല്ല പേടിയുണ്ട്. സെക്കൻഡ് ഡെലിവറി ആണെങ്കിൽ പോലും ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ. അപ്പുവിന്റെ സമയത്ത് ശരിക്കും ഒന്നും അറിയാതെ ഞാൻ ഒരു ന്യൂ കമറെ പോലെ ചെല്ലുമായിരുന്നു. ഇനി ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ബേബി കയ്യിൽ വരും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.